ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ശക്തമായ പ്രാർത്ഥനയാണ് ശരിക്കും ഒരു ഓശാന എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാളും ഓശാനയുടെ ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന നല്ലൊരു ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓശാന ദിവസം നിനക്ക് ക്രിസ്തു തരുന്ന ഏറ്റവും വലിയ ഉറപ്പ്, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആ കഴുതയടിക്കാൻ പോകുമ്പോൾ കൃഷ്ണനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത. അതിന് നിങ്ങൾ അടിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇതിനെ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം, ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ക്രിസ്തുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചിലർക്ക് ആവശ്യമില്ല എന്നുള്ള തോന്നലുകളാണ്. നമ്മുടെ ജീവിതത്തിന് തെറ്റുകൾ പറ്റുന്നു, കുറ്റങ്ങൾ പറ്റുന്നു, കുറവുകൾ പറ്റുന്നു. ദൈവത്തിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഒരു കൃഷിക്കാരന് 2 കുടങ്ങളുണ്ടായിരുന്നു. ഈ 2 കുടങ്ങളിൽ ഒന്ന് അല്പം ചിന്നൽ വീണ് തുടങ്ങുന്നുണ്ട്. കുറേ വർഷമായിട്ട് ഈ കർഷകന് വേണ്ടി വെള്ളം കോരിയ 2 കുടങ്ങളാണ്. അതിലൊന്നാണ് ഇങ്ങനെ ചിന്നൽ വീഴുന്നത്. ചിന്നൽ വീഴുമ്പോൾ ഈ കർഷകനോട് സ്നേഹമുള്ള ഈ കുടം ഈ കർഷകനോട് പറയുന്നുണ്ട്, അല്ലയോ കർഷക, നീ എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക. നീ പുഴയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് നിന്റെ കൃഷിയിടത്തിലേക്ക് എന്നെയും കൊണ്ട് പോകുമ്പോൾ ആ പോകുന്ന ആ വഴിത്താരകളിലൂടെ എൻ്റെ വെള്ളം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. നിന്റെ കൃഷിയിടത്തെത്തുമ്പോൾ നീ ആഗ്രഹിക്കുന്നതിനേക്കാളും വളരെ തുച്ഛമായ വെള്ളം മാത്രമാണ് നിന്റെ ഈ കൃഷിസ്ഥലത്തേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എന്നെ കൊണ്ടൊരു ഉപകാരമില്ല, ദയവ് ചെയ്ത് എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക. കർഷകന്റെ ഒരു മറുപടി ഉണ്ട്, നാളെ പ്രഭാതത്തിൽ ഞാൻ നിന്റെ ഈ കുടം നിറയെ വെള്ളവുമായിട്ട് നമുക്കിതാ ഈ എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് വരാം. കൃഷിയിടത്തേക്ക് എത്തുന്ന ആ വഴിത്താരകളെ നീ ഒന്ന് കണ്ണ് മറച്ചൊന്ന് കാണണം. എന്നിട്ട് കൃഷിസ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നീ എന്നോട് പറയണം, നിന്നെ ഞാൻ ഉപേക്ഷിക്കണോ വേണ്ടേ എന്നുള്ളത്. കർഷകനും കുടവും തമ്മിലുള്ള ആ സംസാരമൊക്കെ അവസാനിപ്പിച്ച് പിറ്റേ ദിവസം കർഷകൻ പ്രഭാതത്തിൽ തന്നെ ഈ പുഴക്കരയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരാം. പോകുന്ന വഴിത്താരകളെ മുഴുവൻ ഈ ചിന്നിയ കുടം ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. കൃഷിസ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ വളരെ കുറച്ച് വെള്ളമാണ് കൃഷിസ്ഥലത്തെത്തിയത്. കർഷകൻ ചോദിച്ചു, വന്ന വഴിത്താരകളെ നീ നോക്കിയോ? അവൻ പറഞ്ഞു, ഞാൻ നോക്കി. എന്ത് കണ്ടു? എൻ്റെ ചിന്നലിലൂടെ ഓരോ തുള്ളി വെള്ളവും താഴേക്ക് വീണിട്ട് അവിടെയൊക്കെ പച്ചപ്പുള്ളതായിട്ട് മാറിയതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലേക്ക് ചില പൂക്കളെ കണ്ടു. സന്തോഷമായോ നിനക്ക്? കുടം പറഞ്ഞു, സന്തോഷമായി. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. നിന്റെ കൃഷിസ്ഥലത്ത് നീ ആഗ്രഹിക്കുന്ന അത്രയും വെള്ളം കൊണ്ടുവരാനും സാധിക്കുന്നില്ല. ദയവ് ചെയ്ത് എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. കർഷകൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന ലക്ഷ്യം മാത്രം നീ കാണരുത്. ഞാൻ നടന്ന വഴിത്താരകളിൽ പച്ചവിരിക്കാൻ എനിക്ക് സാധിച്ചത് നിന്റെ സാന്നിധ്യമായിരുന്നില്ലേ? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിൽ ചിന്തകളുള്ള പാപങ്ങളുടെ, വീഴ്ചകളുടെ, കുറവുകളുടെ, പോരായ്മകളുടെ, ഇന്നലകളുടെ, തകർച്ചകളുടെ ചില വിള്ളലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെ ഓർത്ത് നൊമ്പരപ്പെട്ടിട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. ക്രിസ്തു പറയാണ്, നിന്റെ ചിന്നലിലൂടെ കൂടി ക്രിസ്തുവിന്റെ ആ സ്നേഹം പങ്കുവയ്ക്കാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ്. നിന്റെ വീഴ്ചകളിലൂടെയും പരാജയങ്ങളിലൂടെയും പാപങ്ങളിലൂടെയും വെന്നുപോയ എല്ലാ വിള്ളലുകളിലൂടെയും ദൈവത്തിന്റെ കൃപ ഈ ഭൂമിയിലേക്ക് ഇറങ്ങാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. പാപം ചെയ്യാമെന്നതിൻ്റെ ഒരു ലൈസൻസ് അല്ല. തെറ്റിപ്പോയെങ്കിലും പതറിപ്പോവാതെ ഈ തെറ്റുകളിലൂടെ ദൈവം നിന്നെ രക്ഷിക്കുന്നുണ്ടെന്നും ആ കുറവുകളിലൂടെ നിന്നെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും ഉറപ്പു തരുന്നുണ്ട്. നീ ജീവിതത്തിൽ വീണുപോയവനാണോ? തിരിച്ചു വരാൻ നീ തയ്യാറാകുമ്പോൾ ഒരു കൃപ നിനക്ക് കിട്ടുന്നുണ്ട്. നാളെ ഈ വഴിയിൽ വീണുപോയവനെ നീ കുറ്റം പറയില്ല, കാരണം നിനക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. ഇന്നലകളിൽ കുറവുകൾ വന്നവനാണോ നീ? നിന്റെ ജീവിതത്തിന്റെ ഈ കുറവ് നിനക്കൊരു അനുഗ്രഹമായി മാറും. എപ്പോ നീ നന്നായി കഴിയുമ്പോൾ ഈ കുറവിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ വേദന നിനക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെന്നുള്ളതാണ്. ക്രിസ്തു പറയുന്ന അത്ര മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതം ചിന്നല് വീണതാണോ? ആരും കയറാത്ത ഒരു കഴുതയെ പോലെയാണോ നീ? പക്ഷെ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, തമ്പുരാന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹത്തോടെ ചങ്കിൽ ചേർത്ത് വെക്കണം, ദൈവത്തിന് എന്നെയും നിന്നെയും ആവശ്യമുണ്ട്. പുണ്യം ചെയ്തത് കൊണ്ടല്ല, പാപത്തിൽ വീണുപോയത് കൊണ്ടല്ല,
നീ ആരായിരുന്നാലും, പുണ്യവാനാണെങ്കിലും പാപിയാണെങ്കിലും കുറവുകളുള്ളവനാണെങ്കിലും കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നീ തയ്യാറായാൽ നീ അഭിഷേകമുള്ളവനായി ആയിരിക്കുന്നിടത്ത് ഒരു അനുഗ്രഹമായി മാറും. ഓശാന തിരുനാൾ ഈ ഓർമ്മകളോടെ ആഘോഷിക്കാൻ കഴിയട്ടെ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആ രക്ഷ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.